നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് ഇടാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് കാരണമാണ് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അന്ന്. അപ്പോൾ നമുക്കതിൻ്റെ സ്പോഞ്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1 സ്പൂണും ബേക്കിംഗ് സോഡ 1/4 സ്പൂണും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 3 പ്രാവശ്യം അരിച്ചു മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ആ പൊടീനെ. പിന്നെ നമ്മളിവിടെ ബാർബിയുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് 2 കേക്ക് ടിന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പം ഞാനതിൽ ഒരെണ്ണം ചെറുതാണ്. അപ്പോൾ നമുക്കൊരു 1/2 കിലോൻ്റെയൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് നല്ലതാണ്. അപ്പോൾ 1 kgയുടെയൊക്കെ അതിലുണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഹൈറ്റുള്ള ടൈപ്പിൽ പെട്ടിട്ടുള്ള ബാർബി ആട്ടോ. അപ്പോൾ അതിനെ കാണാനായിട്ട് അത്ര വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2 കിലോൻ്റെയൊക്കെ ചെയ്യാൻ പറ്റിയ കേക്ക് ടിന്നുണ്ട്, അതിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തെടുക്കാറ്. അപ്പോൾ അതിലത്തെ ബാർബി ആണെങ്കിൽ നല്ല ഭംഗിയിൽ ഇരിക്കും ചെയ്യും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം കോഴിമുട്ട ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഇവിടെ നമ്മൾ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും എസെൻസ് നമ്മളിവിടെ വാനില എസെൻസ് ചേർക്കുന്നില്ല കേട്ടോ. പകരം നമ്മൾ ടൈഗറിൻ്റെ തന്നെ സ്ട്രോബെറി എസെൻസ് ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും, സ്മെല്ലും നല്ലതാണ് കേട്ടോ അതിൻ്റെ. അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ എടുത്തിരിക്കണത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറിയുടെ കേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊക്കെ അത്ര ഇഷ്ടമുള്ള കേക്കല്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണം തന്നെയാണ്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് സ്ട്രോബെറിയുടെ കേക്ക് വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ട്രോബെറിയുടെ കേക്ക് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ കോഴിമുട്ട ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് സ്ട്രോബെറിയുടെ ക്രഷും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേക്ക് സ്പോഞ്ച് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളത് അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പൊടി കുറച്ച് അതേ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിയുടെ ഈ എസെൻസ് ചേർത്തിട്ട് നമുക്ക് ഒരുപാട് കളറൊന്നുമല്ല കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടി കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രോബെറിയുടെ കേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഡ് വെൽവെറ്റ് ചെയ്യുന്ന പോലെ കുറച്ചും കൂടി കളറ് അത്രയ്ക്കല്ലെങ്കിലും ചെറിയൊരു കളറ് നിൽക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ കറക്റ്റ് എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് ടിന്നിൻ്റെ അടിയിൽ മാത്രം ചെറിയൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഏറ്റവും താഴ്വശത്ത്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ചെറുതായിട്ടൊന്ന് അതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഓവൻ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സമയത്ത് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്കിലേക്ക് ആവശ്യമുള്ള ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബാർബിയുടെ കേക്കായ കാരണം സ്വല്പം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ക്രീം. അപ്പോൾ ഞാനൊരു 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടിയും എടുത്തിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സ്ട്രോബെറിയുടെ തന്നെ നമുക്ക് വെള്ള കളറിൽ എസെൻസ് കിട്ടും കേട്ടോ. അപ്പോൾ ആ എസെൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഐറ്റംസ് വാങ്ങിക്കുന്ന സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും കേട്ടോ. ക്രീമിൻ്റെ ബീറ്റ് ചെയ്യലും എല്ലാം കഴിഞ്ഞ് വന്ന് കുറച്ച് ടൈം ആയപ്പോഴത്തേന് നമ്മുടെ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നമ്മുടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് ടീനിൽ നിന്ന് നമുക്ക് കേക്ക് എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ അടിവശം ഒന്ന് തട്ടി കൊടുത്താൽ മതി. കേക്ക് വേഗം തന്നെ വിട്ടിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കേക്ക് നോക്കി നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടില്ലേ, അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ താഴ്വശത്തുള്ള ആ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമ്മുടെ കേക്കിന് ഞാൻ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്ര കട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാർബിയുടെ കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഹൈറ്റും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവും നമുക്ക് കേക്ക്. അപ്പോൾ നമ്മുടെ സിറപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ സിറപ്പിലേക്ക് കുറച്ച് ഞാൻ സ്ട്രോബെറിയുടെ ക്രഷും കൂടിയിട്ട് 1 സ്പൂണൊക്കെ എടുത്തിട്ട് ഞാൻ മിക്സാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഈ കേക്ക് നമ്മുടെ വീട്ടിലേക്കുള്ളതായ കാരണം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കണ കേക്കാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ലെയർ വെച്ചിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ. എന്നിട്ട് നമ്മൾ വെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാർബിയുടെ കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ലെയറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊന്നും വെക്കാൻ പാടില്ല കേട്ടോ. കറക്റ്റ് ആ ഓർഡറിൽ തന്നെ വെച്ച് പോകണം, അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് ഷേപ്പും മൊത്തത്തിൽ മാറിപ്പോവും കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൽ കേക്കിൻ്റെ ലെയറിൽ നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വൈറ്റിൻ്റെ ചോക്കോ ചിപ്സും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ലെയർ വെച്ചു, അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തു, ക്രീം ഇട്ടു, പിന്നെ ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മൊത്തം ലെയറിനെ സെറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ.
നമ്മുടെ ഈ കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ ഭയങ്കരമായിട്ട് തിരക്ക് പിടിച്ച് ചെയ്തൊരു കേക്കും കൂടിയിട്ടാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോൾക്ക് ബാർബിയുടെ കേക്ക് തന്നെ വേണമെന്നിട്ട് ഭയങ്കര വാശിയായിരുന്നു. നമ്മുടെ കയ്യിൽ ബാർബി ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ടൗണിൽ വന്ന് ബാർബീനെ വാങ്ങിച്ചു. ബാർബീനെ വാങ്ങിക്കാൻ നിന്നപ്പോൾ പിന്നെ പറയണ്ട, തലയിൽ കുഞ്ഞിയെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള പല മോഡൽ ബാർബീനെ കണ്ടു. അപ്പോൾ ആൾക്കാണെങ്കിൽ ഏതെടുക്കണ്ടേന്ന് അറിയാണ്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഒരെണ്ണത്തിനൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടാണ് കേട്ടോ വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനും ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് കുറച്ച് തിരക്ക് പിടിച്ച് ചെയ്ത കേക്കാന്ന് പറഞ്ഞത്. പക്ഷേ തിരക്ക് പിടിച്ചാലും നമ്മുടെ കേക്ക് അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മുടെ മക്കളുടെ കാര്യം പറയാനാണെങ്കിൽ അവർ ചെറുതിലേ തൊട്ടിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയാലും ഒരുപാട് ഇങ്ങനെ വാശി പിടിക്കാറൊന്നുമില്ല കേട്ടോ. സാധനങ്ങൾ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ നമ്മളോട് ഇപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് പറയാറുള്ളൂ. അപ്പോൾ ഇതെങ്കിലും നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ കേക്ക് ഉണ്ടാക്കണ അമ്മയായിട്ട് ഇതുപോലെയുള്ളൊരു കേക്ക് പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് നമുക്കും ഒരു മോശമല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പോയിട്ട് വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുത്ത കേക്കും കൂടിയിട്ടാണ് ഇട്ടത്. നമ്മുടെ ഈ കേക്കിലുണ്ടല്ലോ നോസിൽ വെച്ചിട്ട് എന്തെങ്കിലും ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു കോട്ട് കൊടുക്കണം, അത്ര തന്നെ ക്രീമും മതി കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലവർ വരച്ച് വരുമ്പോൾ അതിൻ്റെ മേലത്തേക്ക് നന്നായി ക്രീം ആയിക്കോളും. ഇപ്പം നമ്മൾ അങ്ങനത്തെ ഡിസൈനൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യണേ. അപ്പോൾ അത് കാരണം തന്നെ പിന്നെ രണ്ടാമതും കൂടിയിട്ട് നമ്മൾ സാധാരണ കേക്കിന് ക്രീം ഇടുന്ന പോലെ ഇതിനും കൂടി ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ ക്രീമിലാക്കി എടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഡാർക്കും അല്ല എന്നാൽ ലൈറ്റും അല്ല, അങ്ങനെ ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതുപോലെ അതിൻ്റെ താഴ്വശത്താക്കി കൊടുത്തിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് താഴ്ത്തുനിന്ന് മേലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാർബി കേക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും ചെയ്യും. എത്ര അറിയാത്ത ആൾക്കാർക്കും നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. താഴ്വശത്തുനിന്ന് വലിച്ചിട്ടുള്ള ആ ക്രീം നമ്മുടെ സ്പൂണിലുണ്ട്. അപ്പം അതന്നെ വെച്ചിട്ട് അതിൻ്റെ മേൽവശത്തേക്കും കൂടിയിട്ട് ഒന്നും കൂടിയും വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വെള്ളയും ബ്രൗണും കൂടിയിട്ട് ഇങ്ങനെ മിക്സായിട്ട് വരുന്ന ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ മോളുടെ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് മാച്ചില്ലെങ്കിലും വെള്ളയും ബ്രൗണും കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശമൊക്കെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ. നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് വശത്ത് നമ്മൾ ബാർബീനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാർബിക്ക് നമ്മൾ ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടൻറ്റും ഇതൊന്നും വെച്ചിട്ടല്ല, നമ്മൾ താഴേക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ഉണ്ടല്ലോ ഡാർക്ക് കളർ, അത് വെച്ചിട്ട് അത് പൈപ്പിംഗ് ബാഗിൻ്റെ തെറ്റ് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ആണ് കേട്ടോ ഡ്രസ്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മുടെ പെൺകുട്ടിയുടെ ഡ്രസ്സേ പ്ലെയിൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മുടെ പെൺകുട്ടിയുടെ ഡ്രസ്സിൽ കുറച്ച് വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. നമ്മുടെ ബാർബിക്ക് നമ്മളെ വൈറ്റും ബ്രൗണും കൂടിയിട്ടാണല്ലോ ചെയ്തിട്ടുള്ള കളറ്. അപ്പോൾ അതിനോട് ഒരു മേച്ചായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡനും വൈറ്റും കൂടിയിട്ടുള്ള പേളാട്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് വന്നപ്പോൾ നല്ല സുന്ദരി ബാർബി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ. ഇതുപോലത്തെ ഡിസൈൻ ചെയ്യുകയാണെങ്കിലേ യാതൊരു വക ടെൻഷനും വേണ്ട, എളുപ്പമാണ്, എന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ കേക്ക് ദേ ബർത്ത്ഡേക്കാരി മുറിക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ പോലെയുള്ള കേക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്കും സന്തോഷമായി. പിന്നെ നമ്മുടെ കേക്ക് നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോയിലത്തേനേക്കാളും ഭംഗി എനിക്ക് നേരിട്ടിട്ടായിരുന്നു ഇഷ്ടം. നമ്മുടെ ചേട്ടനപ്പോൾ കട്ട് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. പക്ഷേ ബർത്ത്ഡേ കേക്ക് നമുക്ക് കട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും കേക്ക് കട്ടിങ് നടന്നില്ല കേട്ടോ. അത് കാരണം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാനും. അപ്പം നമ്മളപ്പോൾ ആ സമയത്ത് മുറിച്ചിട്ട് ചെറിയൊരു പീസാണ് കേട്ടോ എല്ലാവരും കൂടി കഴിച്ചത്. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മുടെ കേക്ക് എടുത്തത്. അപ്പോൾ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.